ഞാൻ എവിടെ പോകുന്നറിയാം സ്വാമി ഇപ്പം ഏകദേശം 9 മണിയേനെ. അപ്പം അങ്ങനെ കുറേ ദിവസമായി ഒരാൾ വിളിക്കുന്നു, പുരക്കേക്ക് വേണേ എന്തെന്നാണേ എനിക്ക് വിളിച്ച വില ഡിമാൻഡ്. ഞാൻ നേരെ പോയത് അർഷീൻ്റെ പുരക്കാണ്. അപ്പം അർഷീൻ്റെ പുരക്ക് പോയിട്ട് ഫസ്റ്റ് തന്നെ ക്യൂട്ട്നെസ്സിൽ വാരി വേറി ഓളെന്നോട് പറഞ്ഞ് എന്നെ മുണ്ടച്ചൊക്കെ മുറിക്കാനുണ്ടേ ബേ എനിക്ക് വീഡിയോ എടുക്ക് ബാണേ എനിക്ക് റീച്ച് ആവണം എന്നല്ല പറഞ്ഞിട്ട് ഓളെന്നെ വിളിച്ച് പൊളിസാക്കാൻ വേണ്ടിയിട്ട് ഓക്ക് പോറന്നെ അങ്ങനെയുള്ള മുണ്ടച്ചക്കയിൽ മുറിച്ച് ചോറിലാക്കിന് ഞാൻ വരുന്നതായിട്ട്. ചോറാക്കിനോള് തിന്നാൻ, പിന്നെ ചുട്ടൂടി മുളക് കറിയും, പിന്നെ മുട്ട ഫ്രൈയും ചോറും, പിന്നെ ബിരിയാണി ചുബിയാക്കി ബിരിയാണി, പിന്നെ ഉപ്പിലിട്ടലുണ്ടായിനെ. പിന്നെന്താ വേണ്ടത്, തിന്നാൻ കിട്ടിയ എന്താ വേണ്ടത് പഠിച്ചോ. എൻ്റെ ഹാലെല്ലാം മറന്നില്ല ഞാൻ. ഡയറ്റെല്ലാം പോയേ എന്ത് ഡയറ്റപ്പാ അങ്ങനെ തിന്നല്, ഇങ്ങനെ തൂറൽ തന്നെ. ക്യൂട്ട്നെസ്സും ഭാര്യ തൂറിയിട്ട് ഞാനത് തിന്നുന്നത്. അവളാക്കിയ മുട്ട ഫ്രൈ അവൾ പ്രത്യേകിച്ച് പറഞ്ഞേ തിന്നിട്ട് എങ്ങനെയുണ്ട് പറയണം എല്ലാവരോടും. ഞാൻ പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്, മാഷാ നമുക്ക് ഇഷ്ടമായി, നല്ല എരിവും കുരുമുളകെല്ലാം ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ അത് തിന്നു കഴിഞ്ഞാൽ നേരെ ഓടിയത് കക്കൂസിലേക്കാണേ. എരിഞ്ഞിട്ട് പണ്ടാരടക്കുന്ന അമ്മ ഇവളെന്തെല്ലാം എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആക്കിന്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് അവിടെ ചുബിയാണോട് പറഞ്ഞു ബാ മൈലാഞ്ചി ഇട്ടുതരാം. അങ്ങനെ പിന്നെ മൈലാഞ്ചി കിട്ടിയ എന്താ വേണ്ടേ, കൈ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഓളിങ്ങനെ ആർട്ടിസ്റ്റ് അല്ലേ, ഇട്ടോട്ട് വെച്ച്. അപ്പം ഇനി ഇത്രയും ഇട്ടോട്ടെ, ഞാൻ കടന്നു വരാം. അപ്പം ശരിടാ, ഓക്കേടാ, ടാറ്റ ബൈ ബൈ.